ഹലോ ഡിയർ ആസ്പിരൻസ്, ഏവർക്കും സൈലം SSC RRBയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് അവസരങ്ങളുടെ പെരുമഴയുമായി RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർക്ക് ഏറ്റവും മികച്ച അവസരങ്ങളുമായാണ് ഇത്തവണ RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 32,000-ൽ പരം ഒഴിവുകളുമായിട്ടാണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ എന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. സോ കേന്ദ്ര സർക്കാർ ജോലിക്ക് വേണ്ടി സ്വപ്നം കണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ ഈ അവസരം ഒരു കാരണവശാലും മിസ്സാക്കരുത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് RRB ഗ്രൂപ്പ് ഡിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, ഈ പരീക്ഷയിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയി കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഒന്നാമതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് ആണ്, S&T, അതായത് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. സോ S&T ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് വരുന്നത്. ഇതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് വരുന്നതാണ് പ്രൊഡക്ഷൻ യൂണിറ്റ്, സിഗ്നൽ, വർക്ക്ഷോപ്പ് എന്നിവ. രണ്ടാമത്തെ പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, അതായത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്നൊരു പോസ്റ്റ് ആണ്. സോ അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് വർക്ക്ഷോപ്പ് ആണ്. ദെൻ മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ബ്രിഡ്ജ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. സോ അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ബ്രിഡ്ജസ് ആണ് അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അഗെയിൻ നാലാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് കാരിയേജ് ആൻഡ് വാഗൺ, C&W, അതും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു. സബ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് കാരിയേജ് ആൻഡ് വാഗൺ തന്നെയാണ്. ഇനി അഞ്ചാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ ആണ്. അതും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ്. സോ ഡീസൽ ഷെഡ് ആണ് അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് എന്ന് മനസ്സിലാക്കുക. ആറാമത്തെ കാറ്റഗറിയാണ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരു പോസ്റ്റ് ആണ്. ഡീസൽ ഷെഡും ഇലക്ട്രിക്കൽ ഷെഡുമാണ് അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ജനറൽ സർവീസസ്, പ്രൊഡക്ഷൻ യൂണിറ്റ്, വർക്ക്ഷോപ്പ് എന്നിവയാണ് ഇതിന്റെ കാറ്റഗറിയിൽ വരുന്നത്. സോ ഇതിന്റെ ഓരോന്നിന്റെയും വേക്കൻസി സെപ്പറേറ്റ് ആണ്. സോ ഈ ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞ 32,000 പരം വേക്കൻസി നമുക്ക് വരുന്നത്. ഇനി അടുത്ത പോസ്റ്റാണ് അസിസ്റ്റന്റ് PV, അതായത് അസിസ്റ്റന്റ് പെർമനന്റ് വേ. ഇത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് PV അഥവാ പെർമനന്റ് വേ ആണ്. അഗെയിൻ അടുത്തൊരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് TLAC വർക്ക്ഷോപ്പ്. TL എന്നാൽ ട്രെയിൻ ലൈറ്റനിങ്, AC എയർ കണ്ടീഷനിങ് ആണ്. സോ ദിസ് കംസ് അണ്ടർ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സബ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് ജനറൽ സർവീസസ് ആണ്. ദെൻ അടുത്ത പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് TL ആൻഡ് AC, അത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു. ജനറൽ സർവീസ്, അതേപോലെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് ഇതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് എന്ന് മനസ്സിലാക്കുക. അഗെയിൻ നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ആണ്. സോ ഇത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ട്രാക്ക് മെഷീൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അഗെയിൻ അടുത്തതാണ് അസിസ്റ്റന്റ് TRD മീൻസ് ട്രാക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. സോ ഇറ്റ് കംസ് അണ്ടർ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് TRD ആണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് പോയിന്റ്സ്മാൻ B എന്ന പോസ്റ്റ് ആണ്. ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ട്രാഫിക് തന്നെയാണ്. ഗെയിൻ ഏറ്റവും അവസാനത്തെ പോസ്റ്റ് ട്രാക്ക് മെയിൻ്റനർ 4 ആണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു. പെർമനന്റ് വേ അഥവാ PV ആണ് ഇതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ്. സോ അപ്പം ഈ 14 പോസ്റ്റുകളിലേക്കാണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ 10th പാസ് ഓർ ITI എന്നുള്ളതാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ 14 പോസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ 10th പാസ് ഓർ ITI ക്വാളിഫിക്കേഷൻ ആണ് ഇതിന് നിങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. സോ ഇനി ഈ ഓരോ പോസ്റ്റും എന്താണ് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോസ്റ്റ് ആണ് അസിസ്റ്റന്റ്, സോ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. സോ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നയാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയുള്ള ആൾ വർക്ക് ചെയ്യുന്നത് വർക്ക്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ സീനിയർ ഓഫീസർ ടു പ്രൊവൈഡ് സിഗ്നൽസ് ടു ദ ട്രെയിൻസ് ആസ് പെർ ദ സിറ്റുവേഷൻസ്. ട്രെയിനിന് സിഗ്നൽസ് കൊടുക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ ആണ്. സോ എന്തൊക്കെയാണ് ഇവിടെ ഡ്യൂട്ടീസ് വരുന്നത്? കീപ് ട്രാക്ക് ഓഫ്
maintenance of coaches and wagons of the workshop department. They have to ensure the security and maintenance of the coaches. Again, employees are posted in carriage and wagon workshop. So security, maintenance of the coaches ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് അസിസ്റ്റന്റ്, ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടതാണ്. Giving assistance to the seniors in the construction of new bridges to be constructed by railway authority. അപ്പോൾ സീനിയേഴ്സിന് അസിസ്റ്റൻസ് കൊടുക്കുക, റെയിൽവേ കൺസ്ട്രക്ട് ചെയ്യുന്ന ബ്രിഡ്ജസിനൊക്കെ അതിലൊക്കെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അവർക്കുള്ള മറ്റൊരു ഡ്യൂട്ടിയാണ് റെസ്പോൺസിബിൾ ഫോർ ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ഇൻ പ്രോപ്പർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി and act as a helping hand in designing the overall construction. അപ്പോൾ ബ്രിഡ്ജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓവറോൾ കൺസ്ട്രക്ഷനിലാണ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന പോസ്റ്റിന്റെ ഡ്യൂട്ടീസ് വരുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ പോസ്റ്റും എന്താണ് എന്ന് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്കൊരു ധാരണ ഉണ്ടാകണം ഏതൊക്കെ പോസ്റ്റുകൾ, എന്തൊക്കെ ജോലിയാണ് ഞാൻ ഈ പരീക്ഷ എഴുതി ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ഐഡിയ നമുക്ക് വേണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. അടുത്ത കാറ്റഗറിയിൽ വരുന്നത് അസിസ്റ്റന്റ് C&W ആണ്. സോ ഇവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ട്രിപ്പ് ഷെഡ്യൂൾ മെയിൻ്റനൻസ്. ട്രിപ്പ് ഷെഡ്യൂൾ മെയിൻ്റനൻസ് എന്ത് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യാം. നമ്മളിവിടെ കണ്ടതാണ് അസിസ്റ്റന്റ് C&W. ഇറ്റ് കംസ് അണ്ടർ എന്താണ്, ക്യാരേജ് ആൻഡ് വാഗൺ എന്ന സബ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, സോ അഗെയിൻ അഡ്രസ്സിംഗ് ദ ഇഷ്യൂസ് ഓഫ് BPC, ദാറ്റ് ഈസ് ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ്. ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുക. പിറ്റ് ലൈൻ മെയിൻ്റനൻസ് എൻഷുർ ചെയ്യുക. റെസ്പോൺസിബിൾ ഫോർ ദ ഇന്റർമീഡിയറ്റ് ഓവർഹോൾ മെയിൻ്റനൻസ്. സോ ഇതൊക്കെ അസിസ്റ്റന്റ് C&Wന്റെ ഡ്യൂട്ടി ആയിട്ട് വരും. ഇനി അഞ്ചാമത്തെ പോസ്റ്റാണ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ. സോ എന്താണ് ഇവിടെയുള്ള ഡ്യൂട്ടി? The employees are responsible for the care of overhauling of diesel locomotives. Diesel locomotivesന്റെ ഓവർഹോളിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്ത പോസ്റ്റാണ് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ. So the electrical SSC in the railway department section is responsible for working on the TRS sheds engaged in overhauling assembly level maintenance of 25 kilowatt AC electric losses in electric loco shed. So assistant loco shed electricന്റെ ഡ്യൂട്ടീസ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഇനി അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ്, ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ എന്താണ്, എൻഷുർസ് ദ ഇലക്ട്രിക്കൽ സപ്ലൈ ആൻഡ് അസിസ്റ്റ് ദ ഓപ്പറേഷൻ മാനേജർ. ഇലക്ട്രിക്കൽ സപ്ലൈ എൻഷുർ ചെയ്യുക, ഓപ്പറേഷൻസ് മാനേജറിനെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ അസിസ്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഡ്യൂട്ടി. Then under the supervision of a senior engineer, he does the maintenance of electrical appliances of the train and station. So electrical appliances ന്റെ മെയിൻ്റനൻസും നോക്കുക എന്നതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഇനി അടുത്ത കാറ്റഗറിയിൽ നമുക്ക് നോക്കാം അസിസ്റ്റന്റ് PWay അഥവാ പെർമനന്റ് വേ ആണ്. സോ എവിടെ എന്താണ്, ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് സേഫ്റ്റി ഓഫ് ദ ട്രാക്സ്, ബ്രിഡ്ജസ് ആൻഡ് ലെവൽ ക്രോസിംഗ്സ്. ഈ ഡ്യൂട്ടീസ് ഒക്കെയാണ് അസിസ്റ്റന്റ് PWayക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തതാണ് അസിസ്റ്റന്റ് TL ആൻഡ് AC വർക്ക്ഷോപ്പ് അല്ലെ, ട്രെയിൻ ലൈറ്റനിങ് ആൻഡ് എയർ കണ്ടീഷനിങ് വർക്ക്ഷോപ്പ് ആണ് വരുന്നത്. അവൈലബിലിറ്റി ഓഫ് ടൂൾസ് ആൻഡ് ഗാഡ്ജറ്റ്സ് റിക്വയർഡ് ബൈ ദ അസിസ്റ്റന്റ് TL ആൻഡ് AC എഞ്ചിനീയേഴ്സ് to look over the maintenance of light, bulb, fans, AC duct, temperature control, AC stabilization and all other electrical appliances. So ഇതെല്ലാം ആരുടെ കീഴിൽ വരുന്നതാണ്, അസിസ്റ്റന്റ് TL ആൻഡ് AC വർക്ക്ഷോപ്പിന്റെ കീഴിൽ വരുന്നതാണ്. സോ ഇതായിരിക്കും ഈ പോസ്റ്റിന്റെ മേജർ ഡ്യൂട്ടീസ് എന്ന് അറിഞ്ഞിരിക്കുക. അഗെയിൻ അടുത്ത കാറ്റഗറി നോക്കാം, അസിസ്റ്റന്റ് TL ആൻഡ് AC. സോ ഇവിടെ എന്താണ് ഡ്യൂട്ടി, ടു ലുക്ക് ഓവർ ദ TL ആൻഡ് AC, ട്രെയിൻ ലൈറ്റ് ആൻഡ് AC നോക്കണം. Then again to look over the proper functioning of trains, electrical appliances, connections, example, proper functioning of signal LEDs, AC controllers, power supplies, stabilizations, etc. So ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി നോക്കുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് TL ആൻഡ് ACയുടെ എന്താണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മുടെ 10ാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ 11ാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ. എന്താണ് ഇവിടെ വരുന്ന ഡ്യൂട്ടി, റിപ്പയർസ് ദ മെഷീൻസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് സീനിയേഴ്സ്. സീനിയേഴ്സിന്റെ സൂപ്പർവിഷനിൽ മെഷീൻസ് റിപ്പയർ ചെയ്യുക. Also ensures the availability of tools, gadgets required for the effective working of the track machine. അപ്പോൾ ട്രാക്ക് മെഷീന്റെ എഫക്റ്റീവ് വർക്കിങ്ങിന് വേണ്ട ടൂൾസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് എന്ന് ഉറപ്പുവരുത്തുക.
ഓക്കെ, ഇനി 12ാമത്തെ കാറ്റഗറിയിൽ നമുക്ക് കാണാം അസിസ്റ്റന്റ് TRD. TRD മീൻസ് ട്രാക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സോ എന്താണ് ഒരു അസിസ്റ്റന്റ് TRDയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ അസറ്റ്സ് ലൈക്ക് ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ്സ്, ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ദാറ്റ് ഈസ് EMUs and mainline electrical multiple units that is MEMUs. Okay, so ഇതൊക്കെ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. Responsible for all technical and organizational matters connected with the efficient maintenance and operation of the power supply installations, OHE and RC equipment. ഇതാണ് അസിസ്റ്റന്റ് TRDയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് പോയിന്റ്സ്മാൻ ആണ്. ഹാൻഡ്ലിംഗ് ഓഫ് സ്വിച്ചസ് ഓർ റെയിൽ റോഡ് പോയിന്റ്സ്, ഇതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. ദെൻ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണ്? കൺട്രോളിംഗ് ദ ലിവർ ടു ഡയറക്ട് ദ ട്രെയിൻ ടു ദ റിക്വയർഡ് ട്രാക്സ്. ട്രെയിനിനെ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലേക്ക്, റിക്വയർഡ് ട്രാക്കിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലിവറിന്റെ കൺട്രോൾ ചെയ്യുന്നത് പോയിന്റ്സ്മാൻ ആണ്. ദെൻ അടുത്തത് ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 ആണ്. സോ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് മെയിൻ്റെനിങ് ഓഫ് ട്രാക്സ്, will have to walk along the track checking the condition of the track. ട്രാക്കിന്റെ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുക. Then attend to minor works like tightening or providing clamps, joints, etc. നമ്മൾ ആദ്യം ചിത്രത്തിൽ കണ്ടതുപോലെ അല്ലേ, അവിടെ എന്താണ് ട്രാക്കിൽ എന്തെങ്കിലും വിള്ളലുകളോ കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കീപ് ആൻ ഐ ഓവർ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ട്രാക്ക്. ട്രാക്കിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യുക. പ്രൊവൈഡ്സ് പ്രോപ്പർ സേഫ് ആൻഡ് സ്മൂത്ത് ട്രാക്ക് ടു ദ ട്രെയിൻസ്. ഓക്കെ, സോ നമ്മുടെ സേഫ്റ്റി കൺസേൺ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ട്രെയിനിൽ എന്തെങ്കിലും ഒരു വിള്ളലോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഒരുപാട് യാത്രക്കാരെ, ആയിരക്കണക്കിന് യാത്രക്കാരെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. സോ ആ ട്രാക്കുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് ഈ വിഭാഗത്തിന് ചെയ്യാനുള്ളത്. ലുക്ക് ഓവർ എവറി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ട്രാക്ക് ലൈൻ. സോ ഇങ്ങനെ 14 പോസ്റ്റുകളിലേക്കാണ് ഇത്തവണ നമ്മളുടെ RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഈ ഓരോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഓരോ പോസ്റ്റുകൾ എന്താണ് എന്ന് നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കണം. സോ അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ, പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് 4 സബ്ജക്റ്റുകളാണ് അല്ലേ. അതായത് 90 മിനിറ്റ് ആണ് ഈ എക്സാമിന്റെ ഡ്യൂറേഷൻ. ജനറൽ സയൻസിന് 25 മാർക്കാണ് ഉണ്ടാവുക, മാത്തമാറ്റിക്സിന് 25 മാർക്കാണ്, റീസണിങ്ങിന് 30 മാർക്കുണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് റീസണിങ്ങിനാണ്. ദെൻ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് രണ്ടും കൂടെ ചേർന്ന് 20 മാർക്കേ വരുന്നുള്ളൂ. ഓക്കെ, സോ GKയുടെ കോൺട്രിബ്യൂഷൻ കുറവാണ്. ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് ഈ ഏരിയാസിനാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത്. സോ ഈ ഏരിയാസ് വളരെ സിസ്റ്റമാറ്റിക് ആയി നിങ്ങളൊന്ന് പ്രോപ്പറായിട്ടൊന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം നിങ്ങൾക്ക് നന്നായി തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. സോ ഗ്രൂപ്പ് ഡിയിലൂടെ കയറി ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഉയർന്ന പോസ്റ്റുകളിലേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ഒക്കെ എഴുതി. സോ ആരും ഇത് മിസ്സാക്കരുത്. നിങ്ങളൊരു കേന്ദ്ര സർക്കാർ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും മികച്ചൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ ഇനിയുള്ള കുറച്ച് മാസങ്ങൾ നന്നായി തന്നെ പഠിക്കുക, എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.